നമസ്കാരം, വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ HCL ടെക് ഓഹരികൾ 9% കൂപ്പുകുത്തിയത് കണ്ടു കാണും. നാലാം പാദത്തിലെ നിരാശാജനകമായ ഫലങ്ങളും ഗൈഡൻസിൽ നൽകിയ കുറഞ്ഞ അനുമാനങ്ങളും കാരണമാണ് ഈ ഇടിവുണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഓഹരിയിൽ ഒരു സാധ്യതയുണ്ടോ അതോ കൈവശമുള്ളവർ പോലും ഒഴിവേക്കേണ്ട സാഹചര്യമാണോ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അതിനായി വിവിധ അനലിസ്റ്റുകൾ നൽകിയ വ്യൂ എന്താണെന്നാണ് നോക്കുന്നത്. Q4ൽ കമ്പനിയുടെ പ്രോഫിറ്റ് 4% മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് 12% വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ FY27ലേക്കുള്ള ഗൈഡൻസ് കുറയ്ക്കുകയാണ് ചെയ്തത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഭാവിയിൽ അവർക്ക് ബിസിനസ്സിൽ വലിയ ഗ്രോത്ത് ഉറപ്പ് നൽകാനാവില്ല എന്നാണ് പറയുന്നത്. FY27 വർഷത്തേക്കുള്ള കോൺസ്റ്റന്റ് കറൻസി റവന്യൂ ഗൈഡൻസ് കമ്പനി 1% മുതൽ 4% വരെയായി കുറച്ചു. മുൻപ് FY26ൽ ഇത് 4% മുതൽ 4.5% വരെയായിരുന്നു. മറ്റൊരു ഡിസപ്പോയിന്റിംഗ് ആയ കാര്യം, കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ അവർ എക്സ്പെക്ട് ചെയ്ത ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്യാനും കമ്പനിക്ക് സാധിച്ചിട്ടില്ല. പ്രവർത്തന ലാഭത്തിന്റെ മാർജിൻ അഥവാ എബിറ്റ് മാർജിൻ 17.5% മുതൽ 18.5% വരെ ആയിരിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇനി അട്രിഷൻ നിരക്ക് പരിശോധിച്ചാൽ നാലാം പാദത്തിൽ 802 ജീവനക്കാരെയാണ് പുതിയതായിട്ട് ചേർത്തത്. ഇതോടെ ആകെ ജീവനക്കാരുടെ എണ്ണം 2,27,181 ആയി. ഈ പാദത്തിൽ 1,712 ഫ്രഷേഴ്സിന് നിയമിച്ചിട്ടും ആകെ എണ്ണത്തിലുണ്ടായ ചെറിയ വർധനവ് സൂചിപ്പിക്കുന്നത് വ്യാപകമായ നിയമനങ്ങൾക്ക് പകരം ആവശ്യമായ തസ്തികകളിൽ മാത്രം നിയമനം നടത്തുന്ന രീതിയാണ് കമ്പനി പിന്തുടരുന്നത് എന്നാണ്. അനലിസ്റ്റുകൾ മിക്സഡ് ആയ അപ്രോച്ചാണ് ഇപ്പോൾ ഓഹരിയിൽ എടുത്തിരിക്കുന്നത്. ആദ്യം ഓഹരിയിൽ പ്രതീക്ഷ നൽകുന്ന അനലിസ്റ്റുകളുടെ കാര്യം നോക്കാം. ആദ്യത്തെ ബ്രോക്കറേജ് മോത്തിലാൽ ഒസ്വാൾ തന്നെയാണ്. ഓഹരിക്ക് 1,650 രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് അവരുടെ വിലയിരുത്തൽ. IT സെക്ടറിൽ ഇപ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം AI ആണല്ലോ. AI വരുന്നതോടെ പണ്ട് മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും വേഗത്തിലും കുറഞ്ഞ ചെലവിലും ചെയ്യാൻ പറ്റും. ഇത് IT കമ്പനികൾക്ക് കിട്ടുന്ന വരുമാനത്തിൽ ചെറിയ കുറവ് അഥവാ ഡിഫ്ലേഷൻ വരുത്തിയേക്കാം. അതുകൊണ്ട് അടുത്ത 2 ഫൈനാൻഷ്യൽ ഇയറിൽ 4% ഗ്രോത്ത് ആയിരിക്കും കമ്പനിയുടെ വരുമാനത്തിൽ ഉണ്ടാവുക എന്ന് മോത്തിലാൽ കണക്കാക്കുന്നുണ്ട്. എങ്കിലും കമ്പനിയുടെ ചില വലിയ ക്ലയന്റുകളിൽ നിന്നുള്ള ബിസിനസ് കുറയുന്നതും മറ്റ് വൻകിട IT കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ HCLനുണ്ടായേക്കുന്ന പഴയ വേഗത കുറഞ്ഞതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർക്ക് സ്റ്റോക്ക് പരിഗണിക്കാം എന്നാണ് മോത്തിലാലിന്റെ കണ്ടെത്തൽ. മറ്റൊരു ബ്രോക്കറേജായ നോമുറയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത്. നോമുറയും HCL ടെക് ഓഹരികളിൽ ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ വളർച്ചാ നിരക്കിലെ കുറവും ഗൈഡൻസ് പാലിക്കാൻ കഴിയാത്തതും കണക്കിലെടുത്ത് നിലവിലെ വിലയിൽ നിന്ന് ചെറിയൊരു വർധനവ് മാത്രമേ നോമുറ പ്രതീക്ഷിക്കുന്നുള്ളൂ. AI ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നത് വഴി IT മേഖലയിലെ വരുമാനത്തിന്റെ 40% ഭാഗത്ത് 3 മുതൽ 5% കുറവ് സംഭവിക്കുമെന്ന് HCL ടെക്കിന് കണക്കാക്കുന്നുണ്ട്. അതേസമയം ഡാറ്റ, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് തുടങ്ങിയ മേഖലകളിലെ വർദ്ധിച്ച ചിലവഴിക്കൽ വഴി വരുമാനത്തിന്റെ 55% ഭാഗത്ത് 10%-ലധികം വളർച്ചയുണ്ടാകാൻ ഇതേ AI സഹായിക്കുമെന്നത് പോസിറ്റീവായ കാര്യമാണ്. മൊത്തത്തിൽ AI മൂലം ബിസിനസ് പോർട്ട്ഫോളിയോയിൽ 2 മുതൽ 3% സ്വാധീനം ഉണ്ടാകുമെന്നാണ് കമ്പനി മാനേജ്മെന്റ് അറിയിക്കുന്നത്. ഇനി HSBCയുടെ കാര്യം നോക്കാം. ഇവർ പറയുന്നത് HCLന്റെ കാര്യത്തിൽ അത്ര വലിയ ആവേശമൊന്നും നൽകേണ്ട കാര്യമില്ല എന്നാണ്. എങ്കിലും ഈ ഓഹരി ഇപ്പോൾ കയ്യിലുള്ളവർ ഹോൾഡ് ചെയ്യട്ടെ എന്ന നിലപാടാണ് HSBC സ്വീകരിച്ചിരിക്കുന്നത്. ഓഹരി വില മുൻപ് പ്രതീക്ഷിച്ചതിലും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് അവർ ലക്ഷ്യവില 1,560 രൂപയിൽ നിന്നും 1,480 രൂപയായി കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. JP മോർഗൻ ഓഹരിയിൽ ന്യൂട്രൽ സ്റ്റാൻസ് ആണ് നൽകിയിട്ടുള്ളത്. അതായത് വലിയ ലാഭമോ അല്ലെങ്കിൽ വലിയ തകർച്ചയോ ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓഹരിയുടെ ലക്ഷ്യവില 1,419 രൂപയിൽ നിന്നും 1,370 രൂപയായി കുറച്ചിട്ടുണ്ട്. കമ്പനിയുടെ വരുമാനവും ഏർണിംഗ്സ് പെർ ഷെയറും അവർ നേരത്തെ കണക്ക് കൂട്ടിയ അത്രയും എത്തിയില്ല എന്നതാണ് ഇതിന് പ്രധാന കാരണം. ടെലികോം മേഖലയിലെ മാന്ദ്യവും സാപ്പ് പ്രൊജക്ടുകളിൽ ഡിമാൻഡ് കുറഞ്ഞതും വലിയൊരു പ്രശ്നമായി അവർ കാണുന്നുണ്ട്. ഈ പ്രതിസന്ധികൾ അടുത്ത വർഷം തുടരാൻ സാധ്യതയുണ്ട് എന്ന് JP മോർഗൻ വിലയിരുത്തുന്നു. ഇവർ ഓഹരിയുടെ ലക്ഷ്യവില 1,385 രൂപയായി കുറച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ചില വലിയ ടെലികോം കമ്പനികൾ അവരുടെ ബജറ്റ് വെട്ടിക്കുറച്ചതും ചില വലിയ സാപ്പ് പ്രൊജക്ടുകൾ കമ്പനിയിൽ ക്യാൻസൽ ആയതും HCLനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതിനാൽ അടുത്ത കാലത്തൊന്നും കമ്പനിയുടെ ലാഭത്തിലോ വളർച്ചയിലോ വലിയൊരു കുതിച്ചുചാട്ടം HSBC പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ ഒരു സുരക്ഷിതമായ ഹോൾഡ് റേറ്റിംഗ് നൽകുന്നത്. സിറ്റി എന്ന ബ്രോക്കറേജിന്റെ റിപ്പോർട്ടും ഏകദേശം JP മോർഗന്റേതുപോലെ തന്നെയാണ്. അവരും ഓഹരിക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. അടുത്ത കുറച്ച് മാസങ്ങളിൽ സ്ഥിതി അല്പം മോശമായിരിക്കുമെങ്കിലും മീഡിയം ടേമിൽ മറ്റു കമ്പനികളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിലേക്ക് വരാൻ HCLന് സാധിച്ചേക്കുമെന്ന അനുമാനം സിറ്റി പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പരിഭ്രാന്തി വേണ്ട എന്നും
ഒരു വൻ കുതിപ്പിന് സമയമെടുക്കുമെന്നാണ് അവർ നൽകുന്ന സൂചന. ഇന്ന് ബ്രോക്കറേജുകൾ പറഞ്ഞ വിലയിൽ നിന്നും ഓഹരി വളരെ താഴ്ന്ന 52 ആഴ്ച താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിരുന്നു. HCL ടെക്കിന്റെ ഇപ്പോഴത്തെ ചാർട്ട് വിശകലനം ചെയ്താൽ ഷോർട്ട് ടേം ട്രേഡേഴ്സിന് കാര്യങ്ങൾ അല്പം റിസ്കിയാണെന്ന് കാണാം. റിസൾട്ട് വന്നതിന് പിന്നാലെ ഉണ്ടായ കുത്തനെയുള്ള ഇടിവ് കാരണം ഓഹരി വില ഏകദേശം 1301 രൂപ നിലവാരത്തിലേക്ക് താഴ്ന്നിരുന്നു. നിലവിൽ 1287 മുതൽ 1300 വരെയുള്ള ഭാഗത്താണ് ഉടനടിയുള്ള സപ്പോർട്ട് കാണുന്നത്. ഇത് ഓഹരിയുടെ 52 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലവാരമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ നിലവാരത്തിൽ വില പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്നത് വരും സെഷനുകൾ ശ്രദ്ധിക്കുക. ഇനി ഓഹരി ഒന്ന് തിരിച്ചു കയറാൻ ശ്രമിച്ചാൽ പോലും 1345 രൂപയിലും 1385 രൂപയിലും ശക്തമായ റെസിസ്റ്റൻസ് നേരിടാൻ സാധ്യതയുണ്ട്. സാങ്കേതിക സൂചകങ്ങളായ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഇപ്പോൾ ഓഹരി ഓവർസോൾഡ് അവസ്ഥയിലാണെന്ന് കാണിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും താഴെയാണ് വില സഞ്ചരിക്കുന്നത്. ഇത് വിപണിയിൽ ഇപ്പോഴും വിൽപ്പനക്കാർക്കാണ് ആധിപത്യമെന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആവേശത്തിൽ ചാടിക്കയറി വാങ്ങാതെ 1280, 1300 റേഞ്ചിൽ വില ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച ശേഷം മാത്രം അടുത്ത നീക്കം നടത്തുന്നതാവും ബുദ്ധി.